കാണുന്നത് കൂന്തലാണ്. ഇതാണ് തോണ്ടിക്കുന്ന കൂന്തലെന്ന് പറയും. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അവിച്ച് റോസ്റ്റ് വയ്ക്കണം. ഇതിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. നേരത്തെ കൂന്തൽ റോസ്റ്റ് എങ്ങനെ വയ്ക്കണം എന്നുള്ള ഒരു ഫോട്ടോ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം കൂന്തൽ റോസ്റ്റ് വയ്ക്കാൻ പോകും. അതെങ്ങനെയെന്ന് നിങ്ങൾ നോക്കുക, എങ്ങനെ വയ്ക്കണമെന്ന്. റോസ്റ്റിനുള്ള സാധനമൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവാള, തക്കാളി, പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂന്തൽ കട്ട് ചെയ്ത് അവിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില മിക്സാക്കി വെച്ചിട്ടുണ്ട്. കടുക്, ഉലുവ, അതിനുള്ള മസാല, മുളക്, മഞ്ഞ, പെരുംജീരകം, നല്ല മുളക്, ചിക്കൻ മസാല, ചിക്കൻ ഫ്രൈ മസാല, നാരങ്ങ. അത് വയ്ക്കാൻ പോകുന്നു. ആദ്യം കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിൻ്റെ ശേഷം കടുക് ഇടുക. കടുക് പൊട്ടാൻ തുടങ്ങി. അതിൻ്റെ ശേഷം കുറച്ച് ഉലുവ ഇടുക. അടുത്ത് തക്കാളി, സവാള തട്ടുക. കൂണെടുത്ത് നല്ലതുപോലെ കുഴച്ച് കൊടുത്തിട്ട് അല്പം ഉപ്പ്. ഇതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഉപ്പ് ചേർക്കണ്ട. ഇപ്പോൾ ഇടുന്ന ഉപ്പ് തന്നെ ഇതിൻ്റെ ശേഷം ഉപ്പ് ചേർത്താൽ നിങ്ങൾക്ക് ഉപ്പ് കൂടിപ്പോകും. ഇപ്പം ചേർക്കുന്ന ഉപ്പ് തന്നെ ഉണ്ട് കേട്ടോ. നല്ലതുപോലെ മിക്സാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മൂടിയെടുത്ത് അടച്ചു വയ്ക്കുക. സവാള നല്ലതുപോലെ അരിഞ്ഞ ശേഷം ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത് നമുക്ക് ചേർക്കാനുള്ളത് കൂന്തലാണ്. നമ്മൾ കട്ട് ചെയ്ത് ഔട്ട് വെച്ചിരിക്കുന്ന കൂന്തലാണ് അടുത്ത് സവാളയുടെ കൂടെ ചേർക്കാൻ പോകുന്നത്. നമ്മൾ കൂന്തൽ ചേർത്താൽ അടുത്ത് നല്ലപോലെ എല്ലാത്തിനും മിക്സാക്കി കൊടുക്കുക. ഇത് നമ്മൾ ഇറക്കണമേ ഈ കൂന്തൽ അവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിത് കുറച്ച് വേക്കാടുണ്ട്. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് മസാല, അടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയുടെ ആ എസൻസാണ് ചേർക്കാനുള്ളത്. അടുത്ത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി അത് ചേർക്കാൻ പോകുന്നു. നോക്കുക, അത് പേസ്റ്റായിട്ടാണ് നമ്മൾ ആട്ടി വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. അടുത്ത് ഒഴിക്കാൻ പോകുന്നത് വിനാഗിരിയാണ്. വിനാഗിരി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ ആവശ്യമില്ല. ഞാൻ അല്പം ചേർക്കുന്നുണ്ട്. വിനാഗിരി ഒഴിച്ചാൽ നമുക്ക് കുറച്ച് സമയം കൂടെ വെച്ചിരുന്ന് കഴിക്കാം. അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് നമുക്ക് ഒരു നേരത്തുള്ള ഫുഡായിരുന്നാൽ വിനാഗിരി ഒഴിക്കാനുള്ള ആവശ്യമില്ല. പിന്നെ അല്പം ചേർക്കുന്നുണ്ട്. വിനാഗിരി ഒഴിച്ച ശേഷം നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. എല്ലാ മസാലയും ചേർക്കാൻ പോകുന്നു. നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. നിങ്ങൾ വീട്ടിലൊക്കെ വയ്ക്കുന്നതായിരുന്നാൽ നിങ്ങൾ നല്ലതുപോലെ ഈ കൂന്തൽ നല്ലതുപോലെ
ചൂടുവെള്ളത്തിൽ അവിച്ചെടുക്കണം. ചെറിയ വേക്കാർ നിങ്ങൾ അവിച്ചെടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കൂന്തൽ ഇതേപോലെ മസാല ഇട്ടിട്ട് നല്ലതുപോലെ മിനിമം ഒരു അരമണിക്കൂർ നല്ല രീതിയിൽ മസാല ഇട്ട് കിണ്ടിയെടുക്കും. നിങ്ങളിത് സ്റ്റാർട്ടിങ്ങേ നിങ്ങൾ കൂന്തൽ നല്ലതുപോലെ അവിച്ച് എടുത്താൽ നിങ്ങൾക്ക് ഒരു ചെറിയ വേക്കാട് മതി. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് നല്ലതുപോലെ കിണ്ടി മിക്സാക്കി കുഴച്ചെടുക്കാം. അപ്പോൾ തന്നെ കൂന്തൽ നിങ്ങൾക്ക് വെന്ത് കിട്ടും. അടുത്ത് നമുക്ക് ലെമൺ ചേർക്കാൻ പോകും. ലെമൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറിയിൽ പുളി ചേർക്കുന്നില്ല, പുളിക്ക് പകരമാണ് ലെമൺ ചേർക്കുന്നത്. ഒരു ലെമൺ ഫുള്ളായിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്. ഒന്ന് നല്ലതുപോലെ മിക്സാക്കി കുഴച്ചെടുത്തിട്ട് ഇതിൽ മിനിമം ചേർക്കാനുള്ളത് അല്പം വെള്ളം. ഈ മസാല സ്മെല്ല് മാറാൻ വേണ്ടിയാണ് വെള്ളം ചേർക്കാൻ പോകുന്നത്. അല്പം വെള്ളം ചേർക്കുന്നു. വെള്ളം ഓവറായിട്ട് പോകരുത്, വെള്ളം ശകലം. ഈ മസാല നല്ലതുപോലെ മിക്സാക്കി നല്ലപോലെ സ്മെല്ല് മാറി കിട്ടും. അതിന് ശേഷം പിന്നെ നമുക്ക് റോസ്റ്റിൻ്റെ പണി കഴിഞ്ഞ് ഇനി ഇതിൻ്റെ പുറത്ത് മല്ലിയില മുകളിലൂടെ ഇട്ടിട്ട് ഒരു 2 സെക്കൻഡ് മൂടി വെച്ച് അടച്ചു വെച്ചാൽ മാത്രം മതി. റോസ്റ്റ് ഫിനിഷ്. അത് നിങ്ങൾ ഈ കൂന്തൽ നിങ്ങൾക്ക് കിട്ടിയ കഴിച്ച് നോക്കൂ. ഇതേപോലെ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഡെയിലും ഇത് കഴിക്കാൻ വേണ്ടി തോന്നും.